സുവിശേഷം അറിയിക്കാനും ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്താനും അടിമകൾക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കാനും പീഡിതരെ സ്വതന്ത്രരാക്കാനും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനും വന്ന ഈശോ മിശിഹായുടെ ദൗത്യവാഹകരായ ക്രൈസ്തവ ജനതയുടെ ദൗത്യബോധവും വികാരവും തന്നെയാണ് ഈ കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റത്തിന്റെ പിന്നിലെ ചാലകശക്തിയായ കത്തോലിക്ക കോൺഗ്രസ് എന്ന നസ്രാണി സമുദായ സംഘടനയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമൂഹവും സമുദായവും നേരിടേണ്ടി വന്നിട്ടുള്ള പല പ്രശ്നങ്ങളിലും കർമ്മധീരതയോടെ ഇടപെട്ട് പലതിനും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് പല കാരണങ്ങളാൽ ഹൃദയം തകർന്നിരിക്കുന്ന കേരളത്തിലെ കർഷക ജനതയ്ക്ക് ആശ്വാസവും ശക്തിയും പകരാൻ അണിനിരന്നിരിക്കുന്നു. പ്രിയപ്പെട്ട കർഷക ജനമേ, നിങ്ങളുടേത് ഒരു ദൈവവിളിയാണ്, ശ്രേഷ്ഠവും പരിശുദ്ധവുമായ ഒരു ദൈവവിളി. നിങ്ങളുടെ കൃഷിഭൂമി ദൈവം അതിനായി നൽകിയതാണ്. ഭൂമിയിൽ നിങ്ങൾ അധ്വാനിക്കുന്നത് ദൈവകൽപ്പനയുടെ നിർവഹണമാണ്. ബൈബിളിൽ പറയുന്നു, കർത്താവായ ദൈവം പൂർവ്വദിക്കിൽ ആദീനിൽ ഒരു തോട്ടമുണ്ടാക്കി. ആദ്യം തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ജോലി ചെയ്യുന്നതിനും തോട്ടം സൂക്ഷിക്കുന്നതിനും ആക്കി. കർഷകന്റെ കൃഷിസ്ഥലം ദൈവം സൃഷ്ടിച്ച് കൃഷി ചെയ്യാനും സൂക്ഷിക്കുന്നതിനുമായി മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യം തോട്ടം എന്ന പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയുടെ മനോഹരതയും ഫലപുഷ്ടിയും ആദത്തിന് ഹവ്വായ്ക്ക് സംഭവിച്ചതുപോലെ അതിമോഹവും അവിവേകവും മൂലം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അന്യാധീനപ്പെടുത്തരുത്, അലസത മൂലം ഉപേക്ഷിക്കപ്പെടരുത്. സംരക്ഷകരായ നിങ്ങൾ അതിന്റെ സംഹാര ദൂതന്മാരായി മാറരുത്. കുട്ടനാടിന്റെ അപൂർവ സുന്ദരമായ ചിത്രം എന്റെ മനസ്സിൽ തെളിയുകയാണ്. ജൈവ വൈവിധ്യത്തിന്റെ സമൃദ്ധി നിറഞ്ഞ സമ്പന്ന കുട്ടനാട് സംരക്ഷിക്കപ്പെടേണ്ടവയായി 172 ലോകരാജ്യങ്ങൾ ഒപ്പിട്ട കരാറിൽപ്പെട്ട ലോകത്തിലെ അപൂർവ തണ്ണീർത്തടങ്ങളിൽ കുട്ടനാടും ഉൾപ്പെടുന്നു. ആഗോള പ്രാധാന്യമുള്ള കാർഷിക പൈതൃക പ്രദേശമായി 2013 ഐക്യരാഷ്ട്രസഭ കുട്ടനാടിനെ അംഗീകരിക്കുകയുണ്ടായി. സമുദ്രനിരപ്പിൽ നിന്ന് 2.25 മീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതി ലോല പ്രദേശവും അതേസമയം ഈ രാജ്യത്തിന്റെ ഒരു പക്ഷിക്കലവറയും ജലസംഭരണിയുമായ കുട്ടനാട് ദേശീയ പ്രാധാന്യമുള്ള മേഖലയാണ്. ജലനിരപ്പിന് താഴെ നടത്തുന്ന കൃഷിയുടെ സവിശേഷതകളും നേരിടുന്ന വെല്ലുവിളികളും ആഗോള കൃഷി ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയ്ക്കും ഗവേഷണത്തിനും വിഷയമാക്കാൻ ഒരു രാജ്യാന്തര കായൽ നിലം ഗവേഷണ പരിശീലന കേന്ദ്രം 2016 സംസ്ഥാന സർക്കാർ മങ്കൊമ്പിൽ ആരംഭിക്കുകയുണ്ടായി. ഇത്രമാത്രം ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള കുട്ടനാടിന്റെ സുസ്ഥിരവും വ്യവസ്ഥാപിതവുമായ സംരക്ഷണത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി സമഗ്രമായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ട്. താൽക്കാലികവും ഭാഗികവുമായ ചില അറ്റകുറ്റപ്പണികളും രാഷ്ട്രീയ ലാഭേച്ഛയോടെയുള്ള ചില നടപടികളും കൊണ്ട് മാത്രം കുട്ടനാടിനെയോ കർഷക ജനതയെയോ രക്ഷിക്കാമെന്ന് സർക്കാർ ചിന്തിക്കരുത്. കുട്ടനാടിന്റെ സമ്പന്നതയും സാധ്യതകളും തൊട്ടറിഞ്ഞ കഴിഞ്ഞ തലമുറകളിലെ കർഷക ജനതയുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവുമാണ് കുട്ടനാടിനെ രാജ്യത്തിന്റെ നെല്ലറയാക്കിയത്. മത്സ്യസമ്പത്തും ഇതര ജലവിഭവങ്ങളും താറാവ് ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികളും ഒക്കെ അവർ വരുതിയിലാക്കി. തങ്ങളുടെ കഠിനാധ്വാനത്തിന് ആനുപാതികമായ പ്രതിഫലം ലഭിച്ചത് അവർക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി. മലയോര മേഖലകളിലേക്കും കുടിയേറിയ കേരള കർഷകർ വന്യമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും പടപുരതിയാണെങ്കിലും ആ പ്രദേശങ്ങളൊക്കെ ഫലസമൃദ്ധമായ ഏതൻ തോട്ടങ്ങളാക്കി. കാർഷിക അഭിവൃദ്ധിയോടൊപ്പം കർഷക ജനതയുടെ കൂട്ടായ യജ്ഞത്തിലൂടെ
മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആദർശുഷ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെ പടുത്തുയർത്തപ്പെട്ടു. അതോടൊപ്പം പുതിയ റോഡുകളുണ്ടായി. തപാൽ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു. വിദ്യുശക്തിയുടെ ഉപയോഗം വ്യാപകമായി. ചുരുക്കത്തിൽ കർഷക ജന മുന്നേറ്റവും വിദ്യാഭ്യാസ പുരോഗതിയും മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഭാവാത്മകമായി സ്വാധീനിച്ചു. കർഷകരുണർന്നു, നാട് ഉണർന്നു. കർഷകർ നാടിന്റെ നട്ടെല്ല ആണെന്നുള്ള ആപ്തവാക്യം അന്വർത്ഥമാക്കിയ ചരിത്രമാണ് കേരള കർഷകരുടേത്. ഈ കർഷക മുന്നേറ്റത്തിൽ എവിടെയും മുന്നിലായിരുന്നു ഇവിടുത്തെ നസ്രാണി സമുദായം. മണ്ണിൽ പൊന്നു വിളയിച്ച ആ തലമുറ നമുക്ക് അഭിമാനമാണ്. കച്ചത്തോർ തൊഴുത്ത് തലയിൽ പാടത്തൊപ്പി അണിഞ്ഞ് മണ്ണിൽ കിളയ്ക്കുന്ന തോമാച്ചേട്ടന്റെയും ചാക്കോച്ചേട്ടന്റെയും കുട്ടിച്ചേട്ടന്റെയും ഒക്കെ മുഖങ്ങൾ എന്റെ മനോമുഖരത്തിൽ തെളിയുന്നു. വിളവെടുപ്പ് കാലം ഉത്സവകാലമായിരുന്നു. ശരീരത്തിനും മനസ്സിനും ആരോഗ്യദായകമാണ് കൃഷിയും കൃഷിയിടങ്ങളും. അത് നൽകുന്ന ഉന്മേഷം ഓഫീസിലെ യന്ത്രത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പുതുതലമുറയ്ക്ക് മണ്ണും കൃഷിയും അന്യവും അനാവശ്യവുമായി മാറുകയാണ്. മണ്ണും കൃഷിയും കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർഷകന്റെ ചങ്കു തകർന്നു. കാർഷിക മേഖല തകർന്നടിഞ്ഞു. ഒരു തലമുറയ്ക്ക് മുമ്പ് 1960-കളിൽ കേരളീയരിൽ പകുതിയിലധികം കാർഷിക വൃത്തി കൊണ്ട് ജീവിച്ചിരുന്നവരാണ്. അന്നത്തെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ പകുതിയിലധികവും കാർഷിക മേഖലയിൽ നിന്നായിരുന്നു. ഇന്ന് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അന്നത്തേതിന്റെ പകുതിയായി കുറഞ്ഞു. കേരളത്തിലെ നെൽകൃഷി 4-1 കുറഞ്ഞിരിക്കുന്നു. കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനമാകട്ടെ 6-1 താഴെയായി. അതായത് കർഷകന്റെ പ്രതിശീർഷ വരുമാനം ഗണ്യമായി കുറഞ്ഞു. ഇന്നത്തെ വർദ്ധിത ജീവിത ചെലവും ജീവിത മത്സരവും താങ്ങാൻ കർഷകന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് സാധ്യമല്ലാതായി. അനുദിനമെന്നോണം സംഭവിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളും അതുവഴി ഉണ്ടാകുന്ന ജീവഹാനിയും കൃഷിനാശവും പ്രകൃതി ദുരന്തങ്ങൾ, അമിതമായ കൃഷിച്ചെലവ്, കൂലിവർധന, അതിനാനുപാതികമായി ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തത്, വിറ്റതിൽ നിന്ന് വില ലഭിക്കാതെ കടക്കണിയിൽ കഴിയേണ്ടി വരുന്ന കർഷകന്റെ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടുന്ന കർഷകന്റെ രക്ഷയ്ക്ക് സമഗ്രമായൊരു പദ്ധതിയോ ആസൂത്രണമോ ഇല്ലാത്ത സർക്കാരിന്റെ നിസ്സംഗത നിരാശാജനകമാണ്. അരനൂറ്റാണ്ടിന് മുമ്പ് കേരളീയരിൽ പകുതിയിലധികം വരുന്ന കർഷകർക്ക് കൃഷി ആദായകരമായ ഉപജീവന മാർഗമായിരുന്നെങ്കിൽ ഇന്നത് അസാധ്യമായിരിക്കുന്നതിന്റെ മുഖ്യ കാരണം കാർഷിക മേഖലയോട് സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണന തന്നെയാണ്. നൂതന കൃഷി രീതിയിലൂടെ കാർഷിക മേഖലയിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ മണ്ണിനേക്കാൾ അനേക മടങ്ങ് ഗുണമേന്മയുള്ള മണ്ണും അനുകൂല സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. എങ്കിലും കൃഷി അടിക്കടി നഷ്ടത്തിലാകുന്നു. ജലദൗർലഭ്യമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയാണ്. ആവശ്യത്തിലധികം മഴയും വെള്ളവും ഉള്ള അനുകൂല കാലാവസ്ഥയുള്ള കേരളത്തിൻ്റെത്. കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിലോ കർഷക ക്ഷേമത്തിലോ സർക്കാർ വേണ്ട വിധം ശ്രദ്ധിക്കാതെ തന്നെയാണ് മുഖ്യ കാരണം. കേരളത്തിന്റെ വിപുലമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ പോലെ നൂതന കൃഷിരീതികൾ ആവിഷ്കരിച്ച് കാർഷിക മേഖലയെ ഉദ്ധരിക്കാൻ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് വേണ്ടത്. കർഷകർക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും പകരുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കണം. രാഷ്ട്രീയ അധികാരം പൊതുജന ക്ഷേമം ഉറപ്പാക്കാനുള്ള നിയോഗമാണ്. ഒരു ജനാധിപത്യ സർക്കാരിന് ഈ അധികാരം ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളിൽ നിന്നാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഈ അധികാരം വിനിയോഗിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യം വെച്ചാണ്. പലപ്പോഴും നമ്മുടെ സർക്കാരുകൾ മുൻഗണന കൊടുക്കുന്നത് നിഷ്പക്ഷമായ പൊതുജന നന്മയേക്കാൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നന്മയും വളർച്ചയും ലക്ഷ്യം വെച്ചുള്ള
പ്രവർത്തനങ്ങൾക്കും നയരൂപീകരണങ്ങൾക്കുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിൽ പോലും വിവേചനം പുലർത്തുന്ന സർക്കാർ നിലപാട് ഒരു ഉദാഹരണമാണ്. ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം പല മേഖലകളിലും ഇത്തരത്തിലുള്ള വിവേചനവും അവഗണനയും നേരിടേണ്ടി വരുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്രമാത്രം ജൈവ വൈവിധ്യമുള്ള ഫലവൃക്ഷ സമർത്ഥമായ ജലസമൃദ്ധി നിറഞ്ഞ ഫലഭൂയിഷ്ടമായ അനുകൂല കാലാവസ്ഥയുള്ള പച്ചപിരിച്ച നയനസുന്ദരമായ കേരളം വിട്ടുപോകാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് മുഴുവൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് പല കാരണങ്ങളാൽ നിർബന്ധിതരാകുന്നത് കൊണ്ടാണ് വലിയൊരു വിഭാഗം യുവജനങ്ങൾ ബംഗാളികളിൽ അഭയം പ്രാപിക്കുന്നു. ഇവിടെ സ്വസ്ഥമായി ജീവിച്ച് കഴിവുകൾ വികസിപ്പിച്ച് അതനുസരിച്ച് ന്യായമായ വേതനം ലഭിക്കുന്ന ജോലി സമ്പാദിക്കാനും സാധ്യത കുറവാണെന്നുള്ള ചിന്തയാണ് പലരെയും കേരളം വിടാൻ പ്രേരിപ്പിക്കുന്നത്. ജോലി ലഭ്യതയുടെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ പലപ്പോഴും വിവേചനം നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ആവേശത്തിൽ ആഡംബര ജീവിതത്തിനായി മൂല്യങ്ങൾ വില കൽപ്പിക്കാതെ പണസമ്പാദനം മാത്രം ലക്ഷ്യം വെച്ച് വിദേശങ്ങളിൽ ചേർക്കുന്നവരും ഉണ്ടാകാം. ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം നേരിടുന്ന 100 പ്രശ്നങ്ങൾ അക്കപ്പെട്ടു നിർത്തിയിരിക്കുന്ന JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഇപ്പോഴും തുടരുന്ന ദീർഘമായ മൗനം ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ ക്ഷേമത്തിലും ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിലും സർക്കാരിന്റെ നിലപാടിൽ സംശയം ജനിപ്പിക്കുന്നു. ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ക്രൈസ്തവ സമുദായത്തോടുള്ള അവജ്ഞയാണോ ഈ മൗനത്തിന്റെ കാരണം? മൗനത്തിന്റെ അർത്ഥം കൃഷിച്ചെലവ് വർദ്ധിക്കുകയും കാർഷികോൽപ്പന്നങ്ങൾക്ക് ആനുപാതികമായ വില ലഭിക്കാതിരിക്കുകയും റബ്ബർ, നെല്ല്, തേങ്ങ മുതലായവ ചെയ്യുന്ന സാഹചര്യത്തിൽ കാർഷിക വൃത്തികളുടെ ഉപജീവനവും വികസനവും അസാധ്യമാകുമാറ് കാർഷിക മേഖലയിലുള്ള അവഗണന മൂലം കൃഷി അന്തസ്സില്ലാത്ത പണിയാണെന്നും കൃഷിക്കാരൻ മൂന്നാംകിട പൗരനാണെന്നുമുള്ള ചിന്തയാണ് ഇന്നത്തെ യുവതലമുറയുടെ. തന്മൂലം കാർഷിക വൃത്തിയോടെ അവർക്കൊരു ഗെറ്റോ മനോഭാവമാണുള്ളത്. കൃഷിക്കും കൃഷിക്കാരനും മുൻഗണന കൊടുക്കുന്ന നയപരിപാടികൾ രാജ്യത്തിന് വേണം. ഒരു രാജ്യത്തിന്റെ പുരോഗതി പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളിലാണ്. അവ കൃഷിയും വിദ്യാഭ്യാസവുമാണ്. മറ്റെല്ലാ ഘടകങ്ങളുടെയും നിലനിൽപ്പും വളർച്ചയും ഈ 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കർഷകർ തന്റെ ഉൽപ്പന്നം കൊണ്ട് മനുഷ്യന്റെ വയർ നിറയ്ക്കുമ്പോൾ അധ്യാപകൻ തന്റെ വിജ്ഞാന സമ്പത്ത് കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സ് നിറയ്ക്കുന്നു. കർഷകനും കൃഷിയും നേരിടുന്ന കെടുതികളെ കുറിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ അവശ്യം വേണ്ട സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ചിരിക്കുന്നത് പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്ന്. അധ്യാപകരുടെ ശ്രേഷ്ഠമായ നിയോഗം ആദരിക്കപ്പെടാത്ത അവസ്ഥയുണ്ട്. നിരവധി അധ്യാപകർ ദിവസക്കൂലിക്കാരെ പോലെ കഴിയേണ്ടി വരുന്ന അവസ്ഥ. അധ്യാപനത്തിന്റെയും അധ്യാപകരുടെയും അന്തസ്സിന് ചേരാത്ത സമീപനം സർക്കാർ ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ട കർഷക ജനമേ, നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ കരങ്ങളിലാണ്. സംഘടിച്ച് ശക്തരാകുക എന്നത് തൊഴിലാളി വർഗത്തിന് ആവേശം പകർന്ന മുദ്രാവാക്യമായിരുന്നു. അത് നിങ്ങൾക്കും ആവേശം പകരട്ടെ. സത്യത്തിനും നീതിക്കും വേണ്ടി പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങൾ സംഘടിച്ച് ശക്തരാകുകയും ഭൂമി ദൈവദാനമാണെന്നും കൃഷി ചെയ്യുന്നത് ദൈവനിയോഗമാണെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. കാർഷിക മേഖലയിൽ ഇതിഹാസം രചിച്ച നസാണി സമുദായത്തിന്റെ ഇന്നത്തെ പിന്തുടർച്ച അവകാശികളായ നിങ്ങൾക്ക് കർഷക രക്ഷാ നസാണി മുന്നേറ്റത്തിന് എന്റെ അഭിവാദനങ്ങൾ.